8 മാർക്ക് ഈസി ആയിട്ട് വരുന്ന ആനുവൽ എക്സാമിൽ +2 വാങ്ങിച്ചെടുത്താലോ? ഈ ഒരു കാര്യം എന്തായാലും പഠിച്ചിട്ട് പോവുക. 8 മാർക്കിന് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ഒരു വിജ്ഞാപനം എന്ന് പറയുന്നത്. വിജ്ഞാപനം, അഡ്വർടൈസ്മെന്റ്. നമുക്കായാലും അറിയാമല്ലേ, ഇന്നത്തെ കാലത്ത് അഡ്വർടൈസ്മെന്റ്, വിജ്ഞാപനം ഇല്ലാതെ ഒന്നും നടക്കുന്നില്ല. എല്ലായിടത്തും ബോർഡും ഒക്കെ അഡ്വർടൈസ്മെന്റ് മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. നല്ലൊരു വിജ്ഞാപനം 8 മാർക്കിന് എങ്ങനെ എഴുതാൻ ഞാൻ കാണിച്ചുതരാം. ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ഏത് രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ, ഈ രീതിയിലായിരിക്കും ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഒരു 24, 25, 26 ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതിനാണ്. ഒരു മോഡൽ എക്സാമിനും കാണും, വരാൻ പോകുന്ന ആനുവൽ എക്സാമിനും കാണുന്നതിനെയാണ്. എന്താണ് ആനെ വാലി നൈ മോഡൽ ഇലക്ട്രിക് കാർ? ഒരു ഇലക്ട്രിക് കാറിന് വരാൻ പോകുന്ന ഒരു പുതിയ മോഡൽ ഇലക്ട്രിക് കാറിൻ്റെ എന്താണ് അതിൻ്റെ ഒരു സെയിൽസിന് വേണ്ടിയിട്ട് രസകരമായിട്ടുള്ള ആകർഷകരമായിട്ടുള്ള ഒരു വിജ്ഞാപനം തയ്യാറാക്കുക, അഡ്വർടൈസ്മെന്റ് തയ്യാറാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ എങ്ങനെയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുക? എന്തൊക്കെയാണ് അതിൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് തരും. ഇതുപോലെ കുറച്ച് എക്സാമ്പിൾസ് ഇതുപോലെ എന്ത് ചെയ്യും, അതിൻ്റെ കുറച്ച് ഹിൻസ് നിങ്ങൾക്ക് തരും. ഇതൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത്. ഈ ഒരു ഇലക്ട്രിക് കാറിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ അഡ്വർടൈസ്മെന്റ് ചെയ്യാനാണ്, വിജ്ഞാപനം ചെയ്യാനാണ്. സോ എന്തൊക്കെയാണ്? പര്യാവരണക്ക് അനുകൂലമാണ്, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ് ഈ ഒരു കാർ എന്ന് പറയുന്നത്. ആകർഷക് ഡിസൈൻസ് ഉണ്ട്, രസകരമായ ഡിസൈൻ ഉണ്ട്. കം ഖർച്ച്, കുറച്ച് ചിലവേ ഉള്ളൂ, ചുരുങ്ങിയ ചിലവേ ഉള്ളൂ. മൻ പസന്ത് രംഗോമേ, ഇഷ്ടപ്പെട്ട കളറുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്, ഈ കാർ കിട്ടുന്നതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഈ ഒരു ഇതിൻ്റെ ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. സോ അത് നിങ്ങളൊന്ന് പ്രിപ്പയർ ആയി. അടുത്തൊരു മോഡൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് വിജ്ഞാപനം ചെയ്യേണ്ടത്. ഒരു കലം, ഓക്കെ, മാർക്കറ്റിൽ എന്താണ് ഒരു കലം ഇറങ്ങിയിട്ടുണ്ട്, ഒരു നയാ കലം, നല്ലൊരു രസകരമായിട്ടുള്ള കലം ഇറങ്ങിയിട്ടുണ്ട്. സോ ഒരു പെന്നിൻ്റെ എന്ത് ചെയ്യണം, അഡ്വർടൈസ്മെന്റ്. കലം എന്ന് പറഞ്ഞാൽ എന്താണ്, പെന്നിനെയാണ് നമ്മൾ പറയാ കലം എന്ന് പറയുന്നത്. സോ ക്ലിയർ അല്ലേ? അടുത്തെന്താണ്, അതിൽ ഇതുപോലെ കുറച്ചെന്താണ് ഹിൻസ് നിങ്ങൾക്ക് തരും, അതിന്റെ ഗുണം വിശേഷത തരുന്നതാണ്. സോ ആ വിശേഷത നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അതിൽ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. സോ നേരെ പോവാം. നേരെ വിജ്ഞാപനം തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ 4 സൈഡുകളിലായിട്ട് നമ്മൾക്ക് ബോക്സ്, സൂപ്പറായിട്ട് നല്ലൊരു ബോക്സ് വരക്കുന്നു. തലക്കെട്ടായിട്ട് എന്ത് ചെയ്യണം, സുന്ദരമായ എഴുത്തിന് കുത്ത് നല്ലൊരു അച്ച് സുഖ് സവാർ കേലിയെ, നല്ലൊരു യാത്രക്കായിട്ട്, ആ കാറിൻ്റെ നിങ്ങൾക്ക് എഴുതാം അല്ലെ, നല്ല യാത്രക്കായി സുഖ് സവാർ കേലിയെ, യാത്രക്കായിട്ട് കുത്ത് എന്താണ്, ആയി ഹേ നെയ് കലം, വന്നു, റിലീസ് ആയിട്ടുണ്ട് നമ്മുടെ പുതിയ പെൻ എന്ന് പറയുന്നത്. മേനോ കലം, കലത്തിന് എന്ത് പേരിടാ, എന്ത് നിക്സോ കലം, നേനോ കലം, വട്ടവർ, എന്താണ് ആ ഒരു ബ്രാൻഡിന്റെ പേരാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സോ ബ്രാൻഡിന്റെ പേര് അവിടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാണ്. സോ കലം കെ രാജ, അതിന്റെ വിശേഷം എന്താണ്, ബാഹുബലി ദ ബിഗിനിങ് എന്നൊക്കെ പറയുന്ന പോലെ എന്താണ്, മേനോ കലം കെ രാജ, പെണ്ണുകളുടെ രാജാവ്. അതിന്റെ ഒരു സബ്റ്റിലായിട്ട് നമുക്കറിയാം, അതിന്റെ ഒരു വിശേഷത നമ്മൾ ആഡ് ചെയ്യുന്നു. സോ ഇങ്ങനെയൊക്കെ എഴുതണം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആരാണോ രസകരമായിട്ട് എന്ത് ചെയ്യണം, ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ കണ്ടൊരു ഇതാണ് അല്ലേ, കുറച്ചുകൂടെ ട്രെൻഡായ ഒരു കാര്യമാണ് എന്താണ്, ഈ ഒരു KFCയുടെ ഒക്കെ ആരായാലും കാല് പിടിച്ചു പോകുന്ന, അതൊക്കെ വളരെ രസകരമായിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ഭാഗമാണ് അല്ലേ. ആ രീതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹിന്ദിയിൽ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പെന്നിനെ എത്രമാത്രം പ്രൊമോട്ട് ചെയ്യാം, ആ പെന്നിന്റെ സെയിൽസ് എത്രമാത്രം കൂട്ടാം, അതാണ് ഈ ഒരു വിജ്ഞാപനം അഡ്വർടൈസ്മെന്റ് കൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത്. നിങ്ങൾക്ക് അത് ചെയ്യേണ്ടത്, നിങ്ങളുടെ പരിപാടി ഒരു പോസ്റ്റർ ഉണ്ട് കഴിഞ്ഞാൽ ആ പെൻ എല്ലാവരും വാങ്ങിപ്പോണം. ഓക്കെ, ആ പെൻ എന്തായാലും വാങ്ങണം എന്നൊരു ടെൻഡൻസി, അല്ലെങ്കിൽ ആ ഒരു സാധനത്തെ വാങ്ങാനുള്ള ടെൻഡൻസി നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ചെയ്യാം, അതിന്റെ വിശേഷത എന്തൊക്കെയാണ്, ശാന്താർ, ഓക്കെ, ശാന്താൻ ക്യാ ഹെ, ശാന്താർ ഹെ, സൂപ്പർ ആണ്, കോമൾ ലിഖാവട്ടാണ്, സൂപ്പർ ആണ്, ശാന്താർ ഗ്രിപ്പ് ഉണ്ട്, നല്ലൊരു ശാന്താർ സൂപ്പർ ആയിട്ടുള്ള ഗ്രിപ്പാണ്, വിഭിന്ന രംഗമേ, വെറൈറ്റി ഓഫ് കളേഴ്സ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻ തരുന്നതാണ്. ഇതൊക്കെ എന്താണ് ഗുൺ വിശേഷത എന്ന് പറഞ്ഞിട്ട് ഇതങ്ങ് എഴുതി കൊടുക്കാം. പണി സിമ്പിളാണ്. ഒരു ചിത്രം എന്ന രീതിയിൽ എന്താണ്, പെന്നിന്റെ ഒരു ചിത്രം വരച്ചു, കാറിന്റെ ഒരു ചിത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ കാറിന്റെ വിശേഷത ചെയ്യുന്ന സമയത്ത് കാറിന്റെ ഒരു ചിത്രം ഇതെന്താണ്, സൂപ്പറായിട്ട് ഒരു കാറിന്റെ ചിത്രവും വരക്കാം. റെഡി അല്ലേ? യെസ്, ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്താണ് വിശേഷ് ഓഫർ ക്ലോസസ് സൂൺ. അതിന് കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ എന്താണ് 10% ഡിസ്കൗണ്ട് എന്ന രീതിയിൽ എന്താണ് ഇങ്ങനെയെല്ലാം വരച്ചിട്ട് 10% ഓഫ് എന്നൊക്കെ എന്ത് ചെയ്യാം, എഴുതി വെക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, യെസ്, ബട്ട ഡിസ്കൗണ്ട് എന്നാണ് പറയാം, നമ്മൾ പഠിച്ചതാണ് പാരിഭാഷിക ശബ്ദാവലിയിൽ. ഡിസ്കൗണ്ട്, ബട്ട എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഴുതി വെക്കാൻ സാധിക്കുന്നതാണ്. 10% ബട്ട. ടീച്ചർ ഓൾസോ ഇംപ്രസ്ഡ്. റെഡി, ബട്ട आप तो देखा होगा. ओके, रेडी ले, क्लिक बच्चों, क्लियर. सो 10% बट्टा मिलेगा आपको. അടുത്താണ് കലം കെ സാത്ത് എക് പെൻസിൽ മുഫ്ത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഓഫർ ഇട്ട് കൊടുത്തു. അടുത്ത ഓഫർ എന്താണ്, ഒരു പെന്നിന് കൂടെ ഒരു പെൻസിലും ഫ്രീ, കലം കെ സാത്ത് എക് പെൻസിൽ ബി മുഫ്ത്, ഒരു പെന്നിന്റെ കൂടെ ഒരു പെൻസിൽ ഓൾസോ ഫ്രീ. തോ ആജ് ഹി ഖരീദേ, ഇന്ന് തന്നെ വാങ്ങിച്ചോളൂ എന്ന രീതിയിൽ കുത്തു നമ്മൾ ഇട്ട് കഴിഞ്ഞു. പരിപാടി എളുപ്പമല്ലേ, ഈസി അല്ലേ? എന്നിട്ട് എന്താണ്, നിർമ്മാത ആരാണോ ഉണ്ടാക്കുന്നത്, മേനോ ഇന്ത്യ ലിമിറ്റഡ്, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊക്കെ കാണാറില്ലേ, ആരാണോ നിർമ്മിക്കുന്നത് എന്ന് എഴുതി. അതിന്റെ കൂടെ എന്താണ്, ദുർഭാഷ, ഇമെയിൽ, ഫോൺ നമ്പർ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമെയിൽ, കോൾ കർണേക്കിലെ മൊബൈൽ നമ്പർ ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പെൻ വാങ്ങിയാൽ ഒരു ഗോൾഡ് കോയിൻ ഫ്രീ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്തിട്ട് ഇതൊരു അഡ്വർടൈസ്മെന്റും രസകരമാക്കാം. ഞാൻ പറയുന്നു, ഇതെന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രം എക്സാം ഹാളിലേക്ക് പോവുക. ഒരിക്കൽ എന്തായാലും പ്രാക്ടീസ് ചെയ്തു 8 മാർക്ക് ഷുവർ ആടാ. ഈ ഒരു അഡ്വർടൈസ്മെന്റ് സൂപ്പറായിട്ട്, ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം മാറ്റിയാൽ മതി. ഓക്കെ, ചോദ്യത്തിലുള്ള കുറച്ച് കാര്യം മാറ്റിയാൽ മതി, ബാക്കി ഇതുപോലെ തന്നെയാണ്. അപ്പോൾ എന്തിട്ട് 8 മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാം. സോ എന്തായാലും ഈ ഒരു കാറിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് എക്സാം ഹാളിൽ എഴുതുമ്പോൾ അത്
അതിനെ പെട്ടെന്ന് നമ്മൾ മനസ്സിലുണ്ടാവില്ല, ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റും, എന്തായാലും എഴുതാൻ പറ്റുന്നതാണോ, അതൊക്കെ സിമ്പിൾ അല്ലേ, ഇതൊക്കെ ഈസിയാണെന്ന് വിചാരിക്കും. പക്ഷേ എക്സാം ഹാളിൽ എത്തുമ്പോൾ ആ ടൈം മാനേജ്മെൻറ്റ് ഒക്കെ നിങ്ങൾക്കൊരു പ്രശ്നമാവും. അതുകൊണ്ട് ചെയ്തൊന്ന് പ്രാക്ടീസ് ആയിട്ട് അതിൻ്റെ ഒരു ടെംപ്ലേറ്റ് നിങ്ങൾ തന്നെ എഴുതി പ്രാക്ടീസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സാം ഹാളിൽ പോയി എഴുതുമ്പോൾ ആ സമയം നിങ്ങൾക്ക് ലാഭിക്കാം, മറ്റ് കാര്യങ്ങളിലേക്ക് ആ സമയം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതെന്തായാലും ഒന്ന് ചെയ്തിട്ട് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇതൊന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പഠിക്കാവുന്നതാണ്. तो ठीक है बच्चों, थैंक यू, जय हिंद. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്തൊരു വീഡിയോ ആയിട്ട് मैं आऊँगा. तो ठीक है बच्चों, मिलते हैं. थैंक यू.